Drinking alcohol and cigarette smoking is injurious to health. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃസ്ഥാനം രാജിവെച്ചു. യൂക്രൈൻ പാർലമെന്റ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ആഴ്ചകൾക്കുള്ളിൽ കസാഖിസ്ഥാനും റഷ്യയും ഒഴികെ മറ്റ് എല്ലാവരും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. UPF പാർട്ടി സെക്രട്ടറി റേഡിയൽ രാഘവൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. സ്ഥാനമാനങ്ങൾക്ക് അതീതമായി ജനക്ഷേമമാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ചാരക്കേസിൽ ഭരണം നഷ്ടപ്പെട്ട UPF പാർട്ടിയെ 3 വർഷത്തിന് ശേഷം കഴിഞ്ഞില്ലടോ കഴിഞ്ഞു അവന്റെ ഒരു എംആർ വെട്ട് കളയടോ. 4 വർഷങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂർ ബാങ്കിനെയും 100 കണക്കിന് പ്രവാസികളെയും കബളിപ്പിച്ച് ഏകദേശം 20 കോടി രൂപയുമായി നാടുവിട്ട പ്രതികൾ മലയാളികൾ ആണെന്ന് തിരിച്ച് അറിഞ്ഞതിനെ തുടർന്ന് പ്രതികൾക്കായുള്ള തിരച്ചിലിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റിന്റെ സഹായം തേടി സിംഗപ്പൂർ മന്ത്രാലയം. ഇനി നമ്മളെ പിടിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ഇനി അഥവാ പിടിച്ചാലും നമ്മളെ സാറ് നമ്മളെ രക്ഷിക്കും. അല്ല പിന്നെ നാളെ പുറത്തിറങ്ങാൻ പോകുന്ന മോഹൻലാൽ ചിത്രം കിലുക്കത്തിലെ ഗാനം അല്പസമയത്തിനകം പാടിയിരിക്കുന്നത് NG ശ്രീകുമാറും സുജാതി. ഇതോടുകൂടി ഇന്നത്തെ മലയാള വാർത്താ സംപ്രേഷണം അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്നായി. പന്ന കഴിവരുടെ മോനെ, നിന്റെ ചന്ദ്രേട്ടന്റെ മരണം അന്വേഷിക്കണം. സംശയത്തിന്റെ മുന്നേ ഫിനാൻസ് മിനിസ്റ്ററിലേക്ക് എന്നൊക്കെ പറഞ്ഞ് CM-ന് ഇമെയിൽ അയച്ചിട്ട് എന്നെ ഉണ്ടായിക്കളയെന്ന് കരുതിയോ? നിന്റെ ചന്ദ്രേട്ടനല്ല, വേറെ അണപ്പുറത്ത് അവന്മാരുണ്ടല്ലോ. പ്രളയ ഫണ്ട് മുക്കൽ, AI ക്യാമറ കുംഭകോണം, സഹകരണ ബാങ്ക് അഴിമതി എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് മുക്കിന് സമരവും മുദ്രാവാക്യവും വിളിച്ച് നടക്കുന്നുണ്ട്. ഒരുത്തരും ഇങ്ങോട്ട് നോക്കിയോ, ഞങ്ങളുടെ രോമത്തിൽ പൊളിച്ചിടാൻ പറ്റില്ല. നിനക്ക് അതാണടാ ഈ അധികാരത്തിന്റെയും പണത്തിന്റെയും പവർ. നീ ഒരു കോമൺ മാൻ, ഒരു സാധാരണ മനുഷ്യൻ. ആ കത്തിയ പാസ്പോർട്ടിൽ നിന്റെ തന്തയുടെ പേര് പോലും ഇല്ല. അതായത് തന്തയില്ലാത്തവൻ. ആ നിന്നെ കൊണ്ടൊരു ചുക്കം ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ നിന്നെ കത്തിയാറങ്ങിട്ടല്ല, നീ ജീവിക്കണം ഇനിയും ഞങ്ങളുടെ വളർച്ച കാണാൻ. മനസ്സിലായോടാ? സാറേ ചെന്ന് വണ്ടി കയറാം. ആരോ വരുന്നുണ്ട്. പ്ലീസ് ചെല്ലേ. ശരി ഓക്കെ, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. സാർ ചെല്ലേ, വണ്ടി കയറി.
എടാ തന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കാര്യം ഞാൻ ഹോം മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ തന്നെയാ. പക്ഷെ ഫോറിൻ ഡീലിങ്സ് എല്ലാം അയാൾ മരുമകൻ വഴിയാണ് ചെയ്യുന്നത്. കുറേ ആയി ഞാൻ പെൻഷൻ അപേക്ഷിച്ചിട്ട്. 36 വർഷം ഗൾഫിൽ പ്രവാസിയായി ഉണ്ടായിരുന്നതാണ്. വേണ്ട രേഖകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. കയ്യിൽ നിന്ന് എടുക്കാൻ ഇനി പൈസ ഒന്നും തന്നെ ബാക്കിയില്ല. ഈ കണ്ണീർ കഥയൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് എംബസിയിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പിന്നെ സർട്ടിഫിക്കറ്റിൽ പറയുന്ന ആൾ നിങ്ങൾ തന്നെയാണോ എന്ന് വീടിന്റെ അടുത്തുള്ള ആരെങ്കിലും വെരിഫൈ ചെയ്യണം. അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഇനി ഇതൊന്നും ഇല്ലാതെ ചെയ്ത് കിട്ടണമെങ്കിലേ ഒരു 50,000 രൂപയാവും. ഗൾഫിലുണ്ടായിരുന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം വീട്ടുകാർക്ക് അയച്ചു കൊടുത്തു. സ്വന്തമായി ഒന്നും കരുതിയില്ല. എല്ലാവരും സ്വന്തമാണെന്ന് കരുതി. ഇപ്പോൾ ഒരു വൃദ്ധസദനത്തിൽ ഫയലും കടുക്കോ? ഇയാൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടെന്താ? പേപ്പേഴ്സ് എല്ലാം ശരിയാണെങ്കിൽ നോക്കാം. അല്ലെങ്കിലേ മൂപ്പിലാൻ പോയി ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വാ. ചേച്ചി, കുറെ ആയില്ലേ ആ പാവം വരുന്നു. ആ പേപ്പേഴ്സ് ഒന്ന് ശരിയാക്കി കൊടുത്തൂടെ? നീ ഒന്ന് പോടി. എന്റെ അച്ഛനും പണ്ട് പ്രവാസി പെൻഷന് വേണ്ടി കുറേ നടന്നിട്ടുള്ളതാ. നിന്റെ ആരും അല്ലല്ലോ അത്. സമയമാകുമ്പോഴേ ഞാൻ വിളിച്ചു കൊടുത്തോളാം. അയാളും കുറച്ച് നടക്കട്ടെ. അങ്ങനെ എന്റെ അച്ഛന് കിട്ടാത്തത് അയാൾക്കും കിട്ടണ്ട. എന്തായി അമ്മാവാ, വല്ല നടന്നോ? ആ കുറേ നാളായി കയറി ഇറങ്ങണം. നടക്കായിരിക്കാം. നിക്കമ്മാവാ, ഇതിരിക്കട്ടെ. വേണ്ട മോനെ. കുഴപ്പമില്ല അമ്മാവാ, ഉള്ളവന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചെടുത്തോളാം. തൽക്കാലം ഇതിരിക്കട്ടെ. കഷ്ടമുണ്ട് കേട്ടോ. അയാളുടെ പെൻഷന്റെ കാര്യം ഒന്ന് റെഡിയാക്കി കൊടുത്തൂടെ? താൻ പോടോ, തന്നെ ആ മിനിസ്റ്റർ അന്വേഷിക്കും. ഞാൻ വയ്ക്കോളാം. പക്ഷെ നാളെ നിങ്ങൾ ഇതുപോലെ കയറി ഇറങ്ങേണ്ടി വരും. പബ്ലിക് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സെക്യൂരിറ്റി സർവൈലൻസിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്ത 720 ക്യാമറകളുടെയും കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന ദുബായ്, മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലുള്ള കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഹോം മിനിസ്റ്ററുടെ മരുമകനുണ്ടെന്നുള്ള നിന്റെ ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇപ്പോൾ നടന്നത് നിന്റെ വീട്ടിൽ നടക്കും. മനസ്സിലായോ? പിന്നെ മാർക്കറ്റ് റേറ്റിനേക്കാളും 70 കോടി രൂപ അധികം കൊടുത്താണ് ഈ ക്യാമറകൾ വാങ്ങിയെന്നത്. അല്ലെങ്കിലും 70 കോടി രൂപ എന്നൊക്കെ പറയുന്നത് ആണെഴുത്തും തുന്നിയിറങ്ങിയ ഒരൊറ്റ മാസം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. എടോ, ഈ 70 കോടി രൂപയൊക്കെ അങ്ങേർക്കോ അങ്ങേരുടെ മരുമകനോ മക്കളെ കെട്ടിക്കാനൊന്നുമല്ല. നീ നേരത്തെ പറഞ്ഞില്ലേ, പബ്ലിക് ഫണ്ട്സ്. യെസ്, നമ്മുടെ പാർട്ടിക്ക് വേണ്ടി കൊടിപിടിക്കാനും കൊല്ലാനും വേണമെങ്കിൽ ചാവാനും തയ്യാറായി നിൽക്കുന്ന പബ്ലിക്. ആ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ഈ പണം. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. മതി മതി, ഇനി നിർത്താം. ഇവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണാം. ഇത്തരം റിപ്പോർട്ട് ഫിനാൻസ് മിനിസ്റ്റർ വഴി CMന്റെ കയ്യിലെത്തിക്കുക. എന്നെ ഒറ്റയടിക്കൊക്കെ തീർക്കാമെന്ന് കറിയോടാ കൊച്ചനെ. അതിന് നീയല്ല, നിന്നെ ജനിപ്പിച്ച് തന്ത വിചാരിച്ചപ്പോൾ നടക്കില്ല. പറഞ്ഞു കൊടുക്കടോ. പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ തോന്നി ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഇനി ഇറങ്ങി തിരിച്ചാൽ ഇവനോടൊപ്പം ഇവന്റെ കുടുംബത്തെയും തീർത്തുകളയും. അതെ സാറേ. എടോ, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മുട്ടാതെ തരുന്നത്? അല്ല സാർ, ഞാൻ പെട്ടെന്ന്. എന്തോന്ന് പെട്ടെന്ന്? പറഞ്ഞു തുറക്ക്. ആ എബിമേത്തി വന്നിട്ടുണ്ട് എന്ന് വരാൻ പറഞ്ഞിരുന്നു. ആണോ? ഓ, ആ താൻ ചെല്ല, ഞങ്ങൾ ഇപ്പോൾ വരാം. അപ്പൊ മനസ്സിലായല്ലോ, ഇനി ഈ വിഷയത്തിൽ സംസാരമില്ല.
അർജുൻ. ചന്ദ്രേട്ടൻ നിനക്കാരായിരുന്നു എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ സ്നേഹം പറ്റാത്ത തൊഴിലാളിയും പണം പറ്റാത്ത മുതലാളിയും ഈ നാട്ടിലില്ല. നിങ്ങൾക്കെന്തെങ്കിലും അറിയാമായിരുന്നു എന്തിനായിരുന്നു ഈ മടങ്ങിപ്പോക്കെന്ന്? എന്തിനു വേണ്ടിയായിരുന്നു? വ്യക്തമായി അറിയില്ല. പക്ഷേ മരിക്കുന്ന ദിവസം ചന്ദ്രേട്ടൻ മിനിസ്റ്ററെ കാണാൻ ഓഫീസിൽ വന്നിരുന്നു. നല്ല പ്രതീക്ഷയോടെ അദ്ദേഹം കയറി വന്നത്. പക്ഷേ യെസ് കമിൻ. വർഗീസേ, ഇതാര് ചന്ദ്രേട്ടനോ? ഈ പാവങ്ങളൊക്കെ ഓർമ്മയുണ്ടോ ആവോ? എന്തൊക്കെയാണ് ചന്ദ്രേട്ട വിശേഷങ്ങൾ? ഇരിക്കും. പിന്നെ മക്കളൊക്കെ എന്ത് പറയുന്നു? എല്ലാവർക്കും സുഖം. പിന്നെ അല്ല. പറ. വർഗീസ് വിളിപ്പിച്ചു എന്ന് പറഞ്ഞു. വിളിപ്പിച്ചല്ലോ. തൻ്റെ അപ്രൂവലിന്റെ കാര്യം അല്ലേ? യെസ്. പുരമനയിൽ ചന്ദ്രന്റെ ഫയൽ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അത് സ്ഥലത്ത് വെച്ച കാണുവരെ. ഞാൻ ഇന്നലെ കൂടെ ഇവിടെ കണ്ടിരുന്നു. യെസ്, റിക്വസ്റ്റ് ഫോർ അപ്രൂവൽ. അതെ. ചന്ദ്ര, താൻ പണി കഴിപ്പിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് പണിത വഴിയാണ് പുതിയ ഹൈവേ വരുന്നതെന്നും ഹൈവേ വരുന്നുണ്ടെന്ന ഗവൺമെന്റ് ഡിസിഷൻ അറിഞ്ഞതിന് ശേഷമാണ് തന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അപ്രൂവൽ കിട്ടിയതെന്നും പിന്നീട് ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ബന്ധപ്പെട്ട തഹസിൽദാർ, എഞ്ചിനീയർമാർ എന്നിവർ അവരുടെ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്തുവെന്നും കൂടുതൽ ബാധ്യതകളൊന്നുമില്ലാതെ തന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന് ചന്ദ്രേട്ടന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിനെ ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ 50 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തുവെന്നും എന്നാൽ കൈക്കൂലി വാങ്ങിച്ച ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഒഴിഞ്ഞു മാറുന്നു എന്നൊക്കെയാണ് പരാതി. എന്താടോ, ശരിയല്ലേ? ഇല്ല സാർ, കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് പച്ചക്കള്ളാണ് സാർ. അതെ സാർ, ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ തുടക്കത്തിൽ തന്നെ ഹൈവേ വരുന്ന കാര്യവും കോംപ്ലക്സിന്റെ പ്ലാൻ മാറ്റി വരയ്ക്കുന്നതിനെ കുറിച്ചും അദ്ദേഹത്തിന് അയച്ച കത്തുകളുടെ കോപ്പിയാണ് സാർ. ഇല്ല വർഗീസേ, അങ്ങനെ ഒരു കത്ത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, ആപ്ലിക്കേഷനിൽ ഞാൻ എൻ്റെ ഗൾഫിലെ അഡ്രസ്സാണ് പ്രൈമറി അഡ്രസ്സായി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പോവാം. പക്ഷേ കത്തയച്ചു എന്ന് പറയുന്നത് പണി നടക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലെ അഡ്രസ്സിലേക്കാ. എൻ്റെ പൊന്നു വർഗീസേ, പച്ചക്കള്ളമാണ് ഇവർ പറയുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി ഏതാണ്ട് 90% കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഹൈവേക്ക് അനുസൃതമായി പൊളിച്ചു പണിയാന്നൊക്കെ പറഞ്ഞാൽ 10-20 കോടി രൂപ വേണം എൻ്റെ വർഗീസേ. വർഗീസിന് അറിയാലോ, 27 വർഷം ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. എല്ലാം കഴിഞ്ഞു. എൻ്റെ ഇനി ഒന്നുമില്ല എൻ്റെ വർഗീസേ. മോനെ, മടിയിലാണ് എനിക്ക് പേരിട്ടത്. വിളിക്കണം മര്യാദക്ക് സാറേ എന്ന്. പിന്നെ എൻ്റെ അപ്രൂവലിന്റെ കാര്യം, നീ അതിനുവേണ്ടി കയറിറങ്ങിയ സ്ഥലത്തൊക്കെ പറഞ്ഞു ഞാൻ അറിഞ്ഞു. പണ്ട് ഞാനും താനും ഒന്നിച്ച് നടന്നതിൻ്റെയും കഴിഞ്ഞതിൻ്റെയൊക്കെ കഥകൾ. അത് പിന്നെ വർഗീസേ, അല്ല സോറി സാറേ, ഞാൻ സാറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ ഒരുമിച്ച് താമസിച്ചു എന്ന് പറഞ്ഞെല്ലാം ശരിയാണ്. അല്ലാതെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി എങ്ങാനും നീ പറഞ്ഞാൻ അറിഞ്ഞ നടക്കുന്നത് വേറെ ആയിരിക്കും. പിന്നെ നിന്റെ അപ്രൂവലിന്റെ കാര്യം അവർക്ക് എണ്ണിക്കൊടുത്തില്ലേ? 50 ലക്ഷം, അതിന്റെ 10 ഇരട്ടി, 5 കോടി. 5 കോടി രൂപ കിട്ടാതെ നിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഓപ്പൺ ആവില്ല ചന്ദ്ര. ഇനി അഥവാ തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താൻ പോയി തന്നെ 20 കോടി ചെലവിട്ട് റീസ്ട്രക്ചർ ചെയ്ത് ആടോ. എടോ, തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ മുട്ട താഴ്ത്തരുതെന്ന്. അല്ല, ഞാൻ പെട്ടെന്ന്. എന്നാ ചന്ദ്രയുടെ ചെന്നാട്ടെ. പിന്നെ ചന്ദ്ര, ഒരു നിമിഷം. ഇവിടെ നടന്നത് വലുതും താൻ പുറത്തു പറഞ്ഞു ഞാൻ അറിഞ്ഞ കത്തിച്ച് കളഞ്ഞാൻ പച്ചയ്ക്ക്. പൊക്കോ. അയ്യോ, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി മുതലാളി ചമച്ച് നടക്കാൻ വേണ്ടിയൊന്നുമല്ല. കുറേ കാലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ. എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്ത് സെറ്റിലാവാന്ന് കരുതി. കൂടെ 10-30 കുടുംബങ്ങൾക്ക് ഒരു വരുമാനം ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. പോട്ടെ. അന്ന്
വന്നു പോയ മനുഷ്യന് പിന്നെ ഞാൻ കേൾക്കുന്നത് അർജുൻ, നീ എന്താ നോക്കണേ? അല്ല, ചന്ദ്രേട്ടൻ്റെ ഈ ഫയലൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു. എന്തിനാന്നൊക്കെ അറിയാനൊരു... ഇങ്ങോട്ട് വരുമ്പോ തന്നെ മകള് പറഞ്ഞതാ, നാടു വേണ്ട ഗൾഫ് മതിയെന്ന്. 26 വർഷത്തിനു ശേഷം എന്നെ തനിച്ചാക്കിയിട്ട് പോവാനായിരുന്നു എന്ന് ഓർക്കുമ്പോ നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ചന്ദ്രേട്ടൻ സിംഗപ്പൂർ ആയിരുന്നു 10 വർഷത്തോളം. എന്താപ്പോ ചോദിക്കാൻ? അല്ല, പഴയ ഫോട്ടോസൊക്കെ കണ്ടു. അപ്പോൾ വെറുതെ... നീ ഇനി എപ്പോഴാ തിരിച്ചു പോന്നെ? നാളെ രാത്രിയിലാണ് ഫ്ലൈറ്റ്. വൈകുന്നേരം ഒരു 4 മണിക്ക് ഇറങ്ങും. രാവിലെ കുറച്ച് പരിപാടികളുണ്ട്. ചേച്ചി കിടന്നോ? ഞാൻ കുറച്ച് ലേറ്റ് ആവും. ശരിയെന്നാ, നീ കിടന്നോ. നീ എല്ലാം എടുത്തില്ലേ? എല്ലാം എടുത്തു ചേച്ചി. 2 ആഴ്ച കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ ലീവുണ്ട്. അപ്പോഴേക്കും ഞാൻ വരാം. അതിനപ്പുറത്ത് ആളുകൾ പ്രളയ ഫണ്ട്, AI ക്യാമറ കഴിയുമ്പോൾ സഹകരണ ബാങ്ക് കഴിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സമരവും മുദ്രാവാക്യം വിളിച്ച് നടക്കണം. ഒരുത്തരും ലോകത്തിൽ പഴയതൊന്നും എനിക്കങ്ങനെ... അത് നിന്റെ ചോരയുടെ ഗുണ. എങ്ങോട്ടാ? ഫ്ലൈറ്റിന് സമയമായി. ഒരു 10 മിനിറ്റ്. ശരി. കപ്പലണ്ടി കപ്പലണ്ടി സാർ, കപ്പലണ്ടി 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 സാർ, കപ്പലണ്ടി. എന്താ സാർ ഇങ്ങനെയൊക്കെ? എന്ത്? ചന്ദ്രേട്ടനൊരു ബിസിനസ് തുടങ്ങാനല്ലേ ശ്രമിച്ചുള്ളൂ, അതും ആരെയും ദ്രോഹിക്കാതെ. എന്നിട്ടും ഇതെല്ലാം ആരാണ് സാർ ഇങ്ങനെയാക്കിയത്? അപ്പോൾ നിനക്ക് എൻ്റെ കാര്യം അറിയോ?
എന്താ എബി നമ്മളെ കാണാൻ ഇങ്ങോട്ട്? അതെ അതെ. വരുത്തിച്ച പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ സാർ. ഏകദേശം 3000-ഓളം ആളുകൾ ജോലിയെടുക്കുന്ന ടെക്സ്റ്റൈൽ മിൽ. അവിടുത്തെ മാലിന്യം തൊട്ടടുത്ത പുഴയിലേക്ക് കളഞ്ഞതിന് പരിസരവാസികൾ കംപ്ലൈന്റ് ചെയ്ത് മില്ല് ഓപ്പറേഷൻസ് പൂട്ടിച്ചതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് എബി? സർ പ്ലീസ് ലെറ്റ്സ് കം ടു ദി പോയിന്റ്. എൻ്റെ ഫാക്ടറിയിൽ മാലിന്യ പ്ലാന്റിനായി ഞാൻ കൊടുത്ത അപേക്ഷ നിങ്ങളുടെ MLA ഇടപെട്ട് തടസ്സപ്പെടുത്തി. എന്തിന്? സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഞാൻ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങളുടെ ഒരു കാൻഡിഡേറ്റ് തോറ്റു. അത് ഞാനൊരാൾ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് മാത്രമല്ല. യുവർ കാൻഡിഡേറ്റ് ഷുഡ് സെർവ് ദ പബ്ലിക്. അല്ലെങ്കിൽ ഇനിയും തോക്കും. ഞങ്ങളിപ്പോ എന്നാ വേണമെന്നാ പറഞ്ഞു വരുന്നത് എൻ്റെ പൊന്നെബിയെ? നിങ്ങളുടെ പാർട്ടിക്കാർ ഇടപെട്ട് എൻ്റെ കമ്പനി സമരം ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. സമരം പിൻവലിക്കണം. കൂടാതെ മാലിന്യ പ്ലാന്റിനുള്ള അപ്രൂവലും തരണം. കഴിഞ്ഞോ? ഇല്ല. മാലിന്യ പ്ലാന്റിന്റെ അപ്രൂവലിനായി നിങ്ങളുടെ MLA 2 കോടി രൂപയാണ് പാർട്ടി ഫണ്ടിലേക്ക് ചോദിച്ചിരിക്കുന്നത്. അതും ഒഴിവാക്കണം. ഇല്ലെങ്കിൽ ഐ ഹാവ് ടു ക്വിറ്റ്. ഐ ഡോണ്ട് ഹാവ് എനി അതർ ചോയ്സ്. ഇന്ത്യ മഹാരാജ്യത്ത് ഈ സംസ്ഥാനം മാത്രമൊന്നുമല്ലല്ലോ ഞങ്ങൾക്ക് ബിസിനസ്സുകാർക്കായിട്ടുള്ളത്. കൊച്ചനെ, ഇമ്മാതിരി വരട്ടുള്ളൊന്നും നമ്മളുടെ വേണ്ട കേട്ടോ. താൻ ഇവിടുന്ന് പിണങ്ങിയച്ച് ഇവിടുന്ന് കട്ടയും പടമെടുത്ത് പോയാലേ ഞങ്ങൾക്കിത് അല്ല പിന്നെ. എന്നാ പിന്നെ അത് തന്നെയായിരിക്കും നല്ലത്. യു ക്യാൻ ക്വിറ്റ്. ഞങ്ങളെ പിണക്കിയിട്ട് നീ നിന്റെ ബിസിനസ് സാമ്രാജ്യം ഇവിടെ ഉയർത്തണ്ട. നിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വരട്ടെ, അവനെ വെച്ച് നീ ബിസിനസ് നടത്തിക്കോ. അതുവരേക്കും ഞങ്ങൾ പറയുന്നത് ഓക്കെ ആണെങ്കിൽ നിനക്കിവിടെ തുടരാം. അല്ലെങ്കിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, താങ്ക് യു. എടാ എന്നെ എപ്പം പോയതുകൊണ്ട് നമ്മുടെ ഖജനാവിന് വല്ലതും പോട്ടടോ. നമ്മുടെ 1 വിൻഡോ പോളിസി ഇല്ലേ പ്രവാസികൾക്കായി, നിക്ഷേപം കുന്നുകൂടും, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന്. താൻ നോക്കിക്കോ. ഒരു 10-40 കൊല്ലം മുന്നേ എൻ്റെ അപ്പച്ചന് ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് സഹായിച്ചത് MR ആണ്. ആ MRനോടുള്ള നന്ദിയും കടപ്പാടും എനിക്കെന്നുണ്ടാവും. അദ്ദേഹം ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ സാറിന് ഒന്നുകൂടി ഒന്ന് അപ്രോച്ച് ചെയ്തൂടെ? മടുത്തടോ. എത്ര കാലം ഇങ്ങനെ മധ്യസ്ഥ ചെയ്ത് കൊണ്ടുപോകും? നമ്മുടെ ഗവൺമെൻറ്റിന് നമ്മുടെയൊക്കെ കയ്യിൽ നിന്നും വേണ്ടത് പണം മാത്രമാണ്. അല്ലാതെ ഈ പ്രവാസിയുടെ നന്മയ്ക്കോ അവരുടെ പുനരധിവാസത്തിനൊന്നും ഇവർക്ക് യാതൊരു താല്പര്യമില്ല. സാറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എത്ര ഉണ്ടാവും? എല്ലാം ചേർത്ത് ഒരു 4000 കോടി വരും. എന്തേ? അതാണ് ഈ അധികാരത്തിന്റെയും പണത്തിന്റെയും പവർ. ഞാൻ നിന്നെ കൊണ്ടൊരു ചുറ്റം ചെയ്യാൻ പറ്റില്ല. പോവാം, വാ, ഫ്ലൈറ്റിന് സമയമായി. സാർ എന്താ അല്പം മുമ്പ് പറഞ്ഞേ? നമ്മുടെയൊക്കെ കയ്യിൽ നിന്നും നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ടത് പൈസ മാത്രമാണോ? അതെ. സാറിന് എനിക്കൊരു 2 ഡാറ്റ കളക്ട് ചെയ്ത് തരാൻ പറ്റുമോ? വിവരാവകാശം വഴി. വിവരാവകാശം വഴി അപ്ലിക്കേഷൻ കൊടുത്ത് ഡീറ്റെയിൽസ് എടുക്കാം. പക്ഷേ എന്ത് ഡാറ്റയാണ് വേണ്ടത്? നീ ഈ പറഞ്ഞ ഡാറ്റ എടുക്കാൻ ഒരു 1 വീക്കെങ്കിലും ആവും. മതി. ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സാറിനെ വിളിക്കാം. അർജുൻ, ആർ യു പ്ലാനിങ് സംതിങ് ബിഗ്? നീ എന്തേ പറയണേ? നമ്മൾ പ്രവാസികൾ നാട്ടിൽ 3 മാസം പൈസ അയക്കാതെ കിടന്നോ? എല്ലാ ബൈ, ഇവിടുന്ന് കിട്ടുന്ന പൈസയിൽ ഇവിടെ തന്നെ വെക്കാനെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലെ കുടുംബം എന്താ ചെയ്യുക? സംഭവം ചന്ദ്രനോട് നമുക്ക് സ്നേഹവും കടപ്പാടൊക്കെ ഉണ്ട്. ഗവൺമെൻറ് നമ്മളെ പ്രവാസികൾക്ക് വേണ്ടി പെൻഷനും ആനുകൂല്യം ഒന്നും തരുന്നുമില്ല. എല്ലാം എന്ന് കരുതി ഇപ്പം ഇരിക്കുന്ന കൊമ്പ് ആരെങ്കിലും മുറിക്കുമോ?
എടോ, ഞാനൊരു എക്സ്ചേഞ്ച് മാനേജറല്ലേ, അപ്പോൾ എനിക്കറിയാം നമ്മൾ ഓരോ പ്രവാസിയും മാസത്തെ പൈസ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും 1 മണിക്കൂർ നേരത്തെ അയക്കാൻ നോക്കുന്നവരാ. അതാ നിങ്ങൾ 3 മാസം അയക്കണ്ടെന്ന് പറയണത്. കഴിഞ്ഞോ? ഇല്ല, നല്ല ചൂടാ, ഇപ്പൊ തീർക്കാം. എല്ലാവരുടെയും ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു മാസം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് നമ്മൾ പ്രവാസികൾ അയക്കുന്ന ക്യാഷ് എത്രയാണെന്നറിയോ? ഒരു മാസം ഗൾഫിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന റെമിറ്റൻസ് എത്രയാണെന്നറിയോ? 800 മുതൽ 1000 കോടി വരെ. ഇത് നമ്മുടെ കേരളത്തിന്റെ വരുമാനത്തിന്റെ എത്ര ശതമാനമാണെന്നറിയോ? 30%. നാട്ടില് 3 നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത പ്രവാസി കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. 2 വർഷത്തിനു വേണ്ടി വന്നിട്ട് പെങ്ങളുടെ കല്യാണം, അനിയന്റെ പഠിത്തം, പിന്നെ അച്ഛൻ്റെ അസുഖം, അങ്ങനെ 100 കാര്യങ്ങൾ കൊണ്ട് 20-30 കൊല്ലം ആയിരം വരെ ഇവിടെയുണ്ട്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴെ കോഫി ഷോപ്പ് നടത്തുന്ന മൂസാക്ക 2 വർഷം മുമ്പ് എല്ലാം നിർത്തി നാട്ടിൽ പോയതാ, ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങാൻ. എന്നിട്ട് എന്തായി? അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം വീണ്ടും തിരിച്ചിവിടെ എത്തി. ജീവിതം 1 മുതൽ വീണ്ടും. ഈ ഇരിക്കുന്ന നിനക്കൂല്ലേ നാട്ടിൽ പോയിട്ട് ചെറിയൊരു ബിസിനസ്സും കുടുംബത്തിൻ്റെ ഒപ്പമുള്ള ഒരു ജീവിതമൊക്കെ? ഇതെല്ലാം അറിഞ്ഞും ഓർത്തും കൊണ്ടും തന്നെയാ ഇങ്ങനെയൊരു പ്ലാൻ പറയുന്നത്. ഫ്രീഡം ഈസ് നോട്ട് ഗിവൺ, ഇറ്റ് ഈസ് ടേക്കൺ ആൻഡ് വി മസ്റ്റ് ടേക്ക് ഇറ്റ്. അതുപോലെ നമ്മുടെ ആവശ്യങ്ങളും നമുക്കാരും വെച്ച് നീട്ടാൻ പോകുന്നില്ല. നമ്മളത് ചോദിച്ച് വാങ്ങിക്കണം. നമ്മളത് ചോദിച്ച് വാങ്ങാൻ പോകുന്നു. അല്ലടാ, എന്താ നിന്റെ പ്ലാൻ? പറയാം. എത്ര പേരെ നമുക്കിങ്ങനെ ക്യാമ്പയിൻ ചെയ്ത് ചേർത്ത് നിർത്താൻ പറ്റും? അത് പിന്നെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന പോലെ ആയിരിക്കും. പിന്നെ നമ്മളിലുള്ള വിശ്വാസം പറ. അതെ, പിന്നെ ചന്ദ്രാന്റെ പിന്നിലേക്ക് ഇവിടെ അറിയാമല്ലോ, മലയാളം വിങ്, കേരള വിങ്, മലബാർ വിങ്, സാമൂതിരി നാട്ടുരാജ്യത്തിന്റെ പേരിൽ ഇവരുടെ അസോസിയേഷൻ ഉണ്ട്. പോരാണ്ട് കേരളത്തിലെ എല്ലാ ജില്ലേന്റെ പേരിലൂടെ അസോസിയേഷൻ ഉണ്ട്, ഇല്ലേ? എല്ലാവരെയും ഒന്ന് കാണണം. കണ്ടാൽ മാത്രം പോരാ, പിന്നെ ഇവിടെയുള്ള ഓരോ മണി എക്സ്ചേഞ്ചിന്റെയും ഓണർമാരെയും പോയി കാണണം. അത് കുഴപ്പമില്ല, ഇവൻ മണി എക്സ്ചേഞ്ചിലെ മാനേജർ അല്ലേ, അതൊക്കെ ഇവൻ അറേഞ്ച് ചെയ്തോളും അല്ലടാ? അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തതാ. പക്ഷെ അപ്പോഴും നീ നിന്റെ പ്ലാൻ എന്താ പറഞ്ഞില്ലല്ലോ? Not all the wars can be won by peace. Sometimes it requires a sword. എല്ലാ യുദ്ധങ്ങളും സമാധാനം കൊണ്ട് ജയിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു വാൾബിന് ആവശ്യമായി വരും. ഈ ഗൾഫിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ട പെർമിറ്റ്, വർക്ക് പെർമിറ്റ്, ലേബർ ക്ലിയറൻസ്, ബിൽഡിംഗ് കോൺട്രാക്ട്, ലൈസൻസ്, അങ്ങനെ എന്ത് വേണോ ഈ A to Z ബിസിനസ് കൺസൾട്ടൻസി ചെയ്തു തന്നിരിക്കും. ഫണ്ടില്ല, അത് നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യണം. അതെ, അധികം വാചകം വേണ്ട, പ്രവൃത്തി മതി. ചുമ്മാ അല്ല, കുറച്ചു കാലം കൈയൊടിഞ്ഞ് നടന്നത്.
അപ്പം ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള സാക്ഷൻ. ഓക്കെ സർ. താങ്ക് യു. ആ എബി സർ. താൻ കിറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെന്താ സാർ ഇപ്പം അങ്ങനെ ചോദിക്കുന്നേ? ഞാനൊരു ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ അല്ലേ? തന്നെ പോലൊരു ഇൻഡസ്ട്രിയൽസ് പോകുന്നുണ്ടേ, ഇതെങ്കിലും ചോദിക്കണ്ടേ? 140-ൽ ഒരാൾ മാത്രം നന്നായതുകൊണ്ട് ഈ നാട് നന്നാവുമല്ലോ സാറേ. ശുദ്ധീകരണം അങ്ങ് തലപ്പത്തുനിന്ന് തുടങ്ങണം. ഓക്കെ സർ. ശരി. എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. ഗൾഫിൽ മൊത്തം 17 മണി എക്സ്ചേഞ്ച് കമ്പനീസ് ആണുള്ളത്. അതിൽ പ്രൊഫൈൽ വെരിഫൈ ചെയ്ത് കൂടെ നിൽക്കുന്ന ഉറപ്പുള്ള 8 കമ്പനീസിന് ഓണേഴ്സ് വന്നിട്ടുണ്ട്. സോ നമ്മുടെ 2 ആഴ്ചത്തെ ക്യാമ്പയിൻ കഴിഞ്ഞു. റമദാൻ അവധിയായതുകൊണ്ട് എല്ലായിടത്തും പോകാനും അവരെയൊക്കെ കണ്ട് സംസാരിക്കാനൊക്കെ പറ്റി. കളക്ട് ചെയ്ത ഡാറ്റ അനുസരിച്ച് ഇപ്പോൾ ഏകദേശം 1.5 ലക്ഷം മോളുടെ ആൾക്കാരുടെ ഡാറ്റ ഉണ്ട്. പിന്നെ ലോങ് ലീവിൽ ഒരുപാട് ഗ്യാതറിങ്സ് ഉള്ളതുകൊണ്ട് ക്രൗഡഡ് ആയിട്ട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവർക്കും നമ്മുടെ ചന്ദ്രനോടുള്ള സ്നേഹം, അതുകൊണ്ട് മാത്രം ഇത്രയും ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റിയ. ഇവിടുത്തെ ലോക്കൽ മിനിസ്ട്രി അപ്രൂവൽ ആൻഡ് ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം റെഡിയാണ്. സോ നമ്മൾ നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു. The greatest crime is to compromise with injustice and wrong. Maybe we are in wrong way, but going to correct injustice. ഇന്ന് ജൂൺ 20. അടുത്ത 3 മാസത്തേക്ക് ഇത്രയും ആളുകൾ നാട്ടിലേക്ക് പണം അയക്കുന്നില്ല. കഴിഞ്ഞ 50 വർഷത്തോളം കേരളത്തെ പടുത്തുയർത്താൻ തയ്യാറായ ഈ പ്രവാസി മണ്ണിൽ നിന്നും അടുത്ത 3 മാസത്തേക്ക് നോ റെമിറ്റൻസ്. ഗൾഫിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ ലോലോ ഗ്രൂപ്പ് ഗൾഫിൽ തുടങ്ങാൻ പോകുന്ന തങ്ങളുടെ പുതിയ ടെക്സ്റ്റൈൽ മിൽ കമ്പനികളുടെ ഷെയറുകൾ അടുത്ത ആഴ്ച മുതൽ പബ്ലിക് ലിസ്റ്റിംഗ് ചെയ്യുമെന്ന് കമ്പനി ചെയർമാൻ അലി യൂസഫ് ഷാ അറിയിച്ചു. ബിസിനസ് ടൈക്കൂൺ എബി മാത്യുവും ഗവൺമെന്റുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് തന്റെ ബിസിനസ് സംരംഭങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ അടുത്ത 4 മാസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് അറിയിച്ചു. ആദ്യഘട്ട നടപടി എന്ന നിലയിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സിന്റെയും ഡെപ്പോസിറ്റ് റീഫണ്ട് തുടങ്ങിക്കഴിഞ്ഞുവെന്നും 2 മാസത്തിനുള്ളിൽ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യുമെന്നും ഇന്ന് നടന്ന പ്രസ് കോൺഫറൻസിൽ എബി മാത്യു അറിയിച്ചു. ഇനി കേരളത്തിലേക്ക് ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാവില്ലെന്ന് 2024 ഗ്ലോബൽ ബിസിനസ് ജേതാവായ എബി മാത്യു അറിയിച്ചു. കേരള സർക്കാർ എബി മാത്യുവിനോട് കാണിച്ചത് അപമാനകരമെന്ന് പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ഇതുമൂലം കേരള ഫിനാൻസ് എക്കോണമിയിൽ സാധ്യത കാണുന്നുവെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്റെ സുനിലേ, ഗൾഫിൽ നിന്നുള്ള റെമിറ്റൻസ് കുറവായതിനും ഇവിടെ ട്രഷറിയിൽ ഫണ്ട് ഇല്ലാത്തതിനും ഇവിടെ വന്ന് എന്നെ കണ്ടിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, റമദാൻ ആയതുകൊണ്ട് ഗൾഫിൽ നിന്നുള്ള സെൻഡിങ് ഒക്കെ കുറവായിരിക്കും. മാഡം പ്ലീസ്. സുനിൽ, ഇവിടെ വന്നിരുന്നിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ആ മിനിസ്റ്ററെ ചെന്ന് കാണും. മാഡം, ക്യാൻ യു പ്ലീസ് റീഡ് ദിസ്? Is it serious? Yes, madam. It is getting worse. Connect me to Finance Minister. കഴിഞ്ഞ 2 മാസമായിട്ട് ഗൾഫ് റീജിയനെ ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്ന വലിയൊരു ക്യാമ്പയിൻ. ഒട്ടുമിക്ക പ്രവാസികൾക്കും അവരുടെ ശമ്പളം കിട്ടുന്നത് അതാത് മാസം 26 മുതൽ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത മാസമുള്ള 4-ാം തീയതി വരെയുള്ള ഒരു 10 ദിവസ കാലയളവിലായിരിക്കും. ജൂൺ മാസം അവസാനത്തോടുകൂടി തുടങ്ങിയ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് യാതൊരുവിധ മാറ്റവുമില്ലാതെ. 2 മാസോ? എന്തിനാ ഇത്രയും കാലം കാത്തു നിന്നത്? ആദ്യത്തെ മാസം തന്നെ കണ്ടുപിടിക്കായിരുന്നില്ലേ? സർ, യെസ്. ആദ്യത്തെ മാസം എന്ന് പറയുന്നത് ജൂൺ മാസമാണ്. ഗൾഫിൽ ഏകദേശം 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈദ് ലീവ് വരുന്ന സമയം. ആണോ?
സോ അതുകൊണ്ടാവും ആദ്യത്തെ ഡ്രോപ്പ് എന്ന് കരുതും. ഈ 2 മാസം കൊണ്ട് ഏകദേശം എത്ര രൂപ വരും? സർ 2 മാസത്തെ കണക്ക് അനുസരിച്ച് ഏകദേശം 1800 കോടി രൂപ വരും. 2 മാസം കൊണ്ട് 1800 കോടി രൂപയോ? അതെ സർ. 1800 കോടി രൂപയോ? യു കണ്ടിന്യൂ. സാർ, ആദ്യ മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇന്റലിജൻസിൽ നിന്നും ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു എബൌട്ട് ദിസ് ക്യാമ്പയിൻ. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥിതി അനുസരിച്ച് ഈ ഗൾഫ് വരുമാനമില്ലാതെ ഒരു കുടുംബങ്ങൾക്കും 1 മാസത്തിൽ കൂടുതൽ അവരുടെ ജീവിത ചെലവിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് കണ്ടിന്യൂഡ് അഗെയിൻ. സാർ, ഏകദേശം 1 ലക്ഷത്തോളം ആളുകളാണ് ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തതായി കിട്ടിയ ഇൻഫർമേഷൻ. റാൻഡമായി ഏകദേശം 5000-ഓളം കുടുംബങ്ങളെ നേരിട്ടും അല്ലാതെയും ചെക്ക് ചെയ്തു. പക്ഷേ പൈസ ഈ കുടുംബങ്ങളിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഡേഞ്ചർ ലെവൽ. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ഈ ക്യാമ്പയിൻ ലീഡർ ആരാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് സർ I would recommend to inform Central Finance Minister Mr. Arunachalam on this. He is available in town now. സെൻട്രൽ മിനിസ്റ്റർ? Yes, sir. ഇത് വെറും ഒരു ക്യാമ്പയിൻ അല്ല. ഇറ്റ് ഇൻവോൾവ്സ് മണി ഓൾസോ. സോ ഒരു സെൻട്രൽ ലെവൽ അറ്റൻഷൻ ഈ വിഷയത്തിൽ കിട്ടണമെങ്കിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ കൂടി ഇതിൽ ഇൻവോൾവ് ആകണം. സർ BAG പറഞ്ഞ സ്ഥിതിക്ക് എന്നാ താ തന്നെ വിളിച്ചൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ഓക്കെ സാർ. അയാളെ കാണാൻ നിങ്ങളൊക്കെ പോയാൽ മതി കേട്ടോ. എനിക്ക് ഈ കേന്ദ്രത്തിലുള്ളവരെ കാണും പണ്ട് മുതലേ ചൊറച്ചല. എന്താ മാഡം, ക്യാബിനറ്റ് മിനിസ്റ്ററെ കാണാൻ പറഞ്ഞപ്പോൾ മുഖത്തൊരു നീരസം? ആള് നല്ലവനൊക്കെ തന്നെയാ, പക്ഷേ ഷോഫ്. ഒരു സ്റ്റേറ്റ് அது எப்படி இருந்தாலும் பரவாயில்ல, அங்கே உள்ள மெயின் இங்கே எப்படின்னா சேம் ஸ்டேட்டில் யூஸ் பண்ணிட்டுலாம் மேனுஃபேக்சரிங் ஆகிருக்கணும். தட்ஸ் த மெயின் பாயிண்ட். பட் அன்ஃபார்ச்சுனேட்லி நம்ம ஸ்டேட்டை பொறுத்த வரைக்கும் மெயின் இன்கம் ஃப்ரம் ஆல்கஹால், lottery, remittance from foreign countries. See, development of our state nearly 40 to 45 years. The main income get from the Gulf region. அது வந்து போன 2 மாதமாக it was decreased to 80 to 25%. இப்படியே போச்சுன்னா அடுத்த மாதம் ஓணம் ஃபெஸ்டிவல் வரும். கவர்மெண்ட் ஆஃபீஸர்ஸ் சாலரி, அவங்களோட போனஸ் எல்லாமே பிரச்சனை ஆகிடும். ஸோ த സിറ്റുവേഷൻ ഈസ് ലിറ്റിൽ ബിറ്റ് ക്രിട്ടിക്കൽ. പിന്നെ എന്ത് ചെയ്യണം എന്നാ സാറി പറയുന്നത്? അവനെ അവിടെ വെച്ചങ്ങ് തീർക്കാൻ അറിയാൻ മേലായിട്ടല്ല, പിന്നെ ഇങ്ങേര് പറഞ്ഞു കാര്യങ്ങൾ ഇപ്പം പുറത്താകരുതെന്ന്. This statistics never goes to the public on the channel. Yes, sir. So keep it confidential. Okay? Okay, sir. So what is his name? Arjun. Arjun. Yeah. You should contact him Yes, sir. and collect all the details. What is his intention and his interest? Okay, sir. Then only we sit again. അതുവരേക്കും ട്രഷറി മാനേജ് ചെയ്യാൻ ഒരു 2000 കോടി കേന്ദ്രത്തിൽ നിന്നും. ഒരാൾ ഒറ്റയ്ക്ക് ഇത്ര ആൾക്കാരെ ക്യാമ്പയിൻ ചെയ്ത് സംഘടിപ്പിക്കണമെങ്കിൽ he must be a common man now. But we don't want him to become a Superman. Come in. Sir, MR is waiting. Let him wait. I will come. Keep me updated. Okay, sir. That's all for now. 2000 കോടി കടം ചോദിച്ചത് കുറഞ്ഞു പോയോ? ഞാനിതിനായി കടത്തിൻ്റെ കാര്യം വിളിക്കാൻ പോകും. അർജുൻ, നൗ ഹീ ഈസ് യുവർ ട്രംപ് കാർഡ്, റൈറ്റ് സർ? இந்த மேட்டர் என்கிட்ட டைரக்டாக ரிப்போர்ட் பண்ணுறதுக்கு ரொம்ப நன்றி. யூ வில் கெட் பேட் ஃபார் யுவர் சைலன்ஸ்.
ഹലോ മിസ്റ്റർ അർജുൻ. യെസ്, അർജുൻ. ആരാ വിളിച്ച്? സ്റ്റേറ്റ് ഫിനാൻസ് സെക്രട്ടറി. എന്നിട്ട് നീ എന്താ അവരോട് പറഞ്ഞത്? വാട്ട്? അങ്ങോട്ട് ചെല്ലാൻ. ഞാൻ മാത്രമല്ല, ഹോം മിനിസ്റ്ററേയും ഫിനാൻസ് മിനിസ്റ്ററേയും കൂട്ടി അങ്ങോട്ട് ചെല്ലാൻ. അല്ല, അവരെന്താ പറഞ്ഞേ? ആ, പോയേക്കാം. ഒന്ന് പോയി കണ്ടേക്കാം. പോവാം. ചെന്ന് കണ്ട് തീർത്ത് കൊടുത്തേക്കാം അവൻ്റെ ചൊറിച്ചൽ. അപ്പോ അവരിങ്ങോട്ട് വരുമോ? ഇങ്ങോട്ടൊന്നല്ല, ഞാൻ പറയുന്ന എങ്ങോട്ടും. മാഡം ഇരിക്കുക. ഹീറോയിസം. നീ കാരണമാണ് നിന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ വീട്ടുകാർ നാട്ടിൽ പൈസ ഇല്ലാതെ കഷ്ടപ്പെടാൻ പോകുന്നത്. ഇനി നിന്റെ കളി തുടരാൻ പോകുന്നില്ല. കാരണം അടുത്ത മാസം ഓണമാണ്. മാം, ഇവിടെ എന്നെ സപ്പോർട്ട് ചെയ്ത ആളുകളുടെ പേരും ഫോൺ നമ്പറുമാണിത്. പിന്നെ ഇവരുടെയൊക്കെ പൈസ ആവശ്യമുള്ള വീട്ടുകാരുടെ നാട്ടിലെ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും. ഇതിൽ ആരെ വേണമെങ്കിലും വിളിച്ച് ചോദിക്കാം മാം. കഴിഞ്ഞ മാസത്തെ പൈസ കിട്ടിയോ ഇല്ലയോ വിളിച്ച് ചോദിക്കും മാം. ഹലോ, how come? 4 കോടി ഇന്ത്യൻ രൂപ കൈവശമുള്ളൊരു വ്യക്തിക്ക് ഗൾഫിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഈ 4 കോടി രൂപ ഗൾഫിലെത്തിക്കണം. അതിനെന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴി, അല്ല എന്നുണ്ടെങ്കിൽ ഗൾഫിലുള്ള ഇയാളുടെ സുഹൃത്തുക്കൾ വഴി അവിടെ പൈസ കളക്ട് ചെയ്ത് ഇവർക്ക് ആവശ്യമുള്ള നാട്ടിലുള്ള അവരുടെ വീട്ടുകാരുടെ കൈവശം എത്തിച്ചു കൊടുക്കണം. ഇതേ 40 കോടിയാണെങ്കിലോ 400 കോടിയാണെങ്കിൽ 4000 കോടിയാണെങ്കിലോ $4000 കോടി?
4000 കോടി നാട്ടിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ മാത്രം നിനക്കാരാ നാട്ടിലുള്ളത്? സാറിന്റെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എത്ര ഉണ്ടാകും? എല്ലാം ചേർത്ത് ഒരു 4000 കോടി വരും. അർജുൻ, ആർ യു പ്ലാനിങ് സംതിങ് ബിഗ്? ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ. ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് പൈസ അയക്കുന്നവരുടെ ഡാറ്റ ആൻഡ് എമൗണ്ട് മുഴുവൻ കളക്ട് ചെയ്ത് അത് ഇവിടെ ന്യൂലി ഓപ്പൺ ചെയ്ത പബ്ലിക് ഷെയർ ഹോൾഡിംഗ് കമ്പനിയിലെ ഷെയർസ് ആയി കൺവേർട്ട് ചെയ്തു. പിന്നെ ഇവിടെ പൈസ തന്നവരുടെ പേരിൽ എബി മാത്യുവിൻ്റെ 20-40 കൊല്ലം മുൻപുള്ള മാനുവൽ റെക്കോർഡ്സിൽ ഷെയർ പർച്ചേസ് ചെയ്തതായി കാണിച്ചിട്ട് അതിൻ്റെ അക്കൗണ്ട് ക്ലോസർ സെറ്റിൽമെൻറ്റായി നിക്ഷേപകർ ആവശ്യപ്പെട്ട ആളുകളുടെ അക്കൗണ്ടിൽ നാട്ടിൽ പണം എത്തിച്ചു. എബി മാത്യുവിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു നെറ്റ്വർക്ക് തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചു. എബി മാത്യുവിൻ്റെ കമ്പനി ഇവാക്യുവേഷൻ ആൻഡ് വൈൻഡ് അപ്പ് ആക്ടിവിറ്റീസിൻ്റെ ഇടയിൽ ഈ ഒരു ചെറിയ ട്രാൻസാക്ഷൻസും നടന്നുപോയി. പിന്നെ ഓഡിറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ. ഇവിടുത്തെ ലോക്കൽ മിനിസ്ട്രി അപ്രൂവൽ, ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം റെഡിയാണ്. ഇത്ര ആളുകളെ ക്യാമ്പയിൻ ചെയ്ത് കൺവിൻസ് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്ത് അവരുടെയൊക്കെ പേരിൽ ഷെയർ എടുത്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നീ ആരാ? സൂപ്പർമാനാ? അതിന് ഈ പറഞ്ഞ ആരെയും ഞാൻ നേരിൽ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എടോ, താൻ എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങളുടെയൊക്കെ ആയിരക്കണക്കിന് ബ്രാഞ്ചുകളിൽ വരുന്ന മലയാളികളുടെ പണം സെൻഡ് ചെയ്യാതെ അതിൻ്റെയൊക്കെ റിമിറ്റൻസ് ഡീറ്റെയിൽസ് തനിക്ക് ഷെയർ ചെയ്യണമെന്നാണോ പറയുന്നത്? എന്നിട്ട് ലോക്കൽ കളക്റ്റഡായിട്ടുള്ള മണിയെല്ലാം നീ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണോ പറയുന്നത്? ഇതെന്താ ഹവാലയോ? സാർ, ഇതിവിടെ പൈസ കളക്ട് ചെയ്യാനുള്ള മിനിസ്ട്രി അപ്രൂവലാണ് ഫോർ ഓപ്പണിംഗ് എ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് കമ്പനി. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ മണി എക്സ്ചേഞ്ചിൻ്റെ ആവശ്യം എന്താ? അതിന് നിങ്ങളുടെ എക്സ്ചേഞ്ചിൻ്റെ ഒരു ട്രാൻസാക്ഷനെയും ഇത് ബാധിക്കുന്നില്ല. അതെങ്ങനെ? ഫ്ലോട്ട്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോട്ട്. അപ്പോൾ ട്രാൻസ്ഫർ ചാർജ്? നിങ്ങൾ ഓരോ ട്രാൻസാക്ഷനും വാങ്ങിക്കുന്ന ചാർജ് അത് കഴിച്ചിട്ടുള്ള എമൗണ്ട് ഫ്ലോട്ട് ചെയ്താൽ മതി. അപ്പൊ NRI അക്കൗണ്ട് ആണെങ്കിലോ? NRO അക്കൗണ്ട് ട്രാൻസ്ഫർ. താങ്ക് യു all. വെയിറ്റ്, ഇത്തരമൊരു പ്ലാനിങ് ഉത്തരം കിട്ടൂല എന്നെനിക്കറിയാം. പക്ഷേ എന്തിനാ ഇതൊക്കെ? പ്രളയ ഫണ്ട് പിരിക്കാനും ദുരന്ത നിവാരണ ഫണ്ട് പിരിക്കാനും പിന്നെ ഫിനാൻഷ്യൽ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതിനൊക്കെ മാത്രം മതിയോ നമ്മൾ പ്രവാസികൾ? പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും നമ്മൾക്ക് അവകാശമില്ലേ? ആൻഡ് ദിസ് ഈസ് മൈ വേ ഓഫ് ഒപ്പോസിങ്. എടാ അർജുൻ, നീ ബോട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും അവരെല്ലാത്തിനും സമ്മതിച്ചല്ലോ. എടാ, ബോട്ടല്ല, ഫ്ലോട്ട്. ഓ, ഈ ഫ്ലോട്ട് 3 വിധത്തിലുണ്ട്: ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോട്ട്, ഇൻഷുറൻസ് ഫ്ലോട്ട്, ഇൻട്രസ്റ്റ് ഫ്ലോട്ട്. ഇവിടുത്തെ എക്സ്ചേഞ്ചസ് നാട്ടിൽ റെമിറ്റൻസ് നടത്താതെ ആ ഫണ്ട് മറ്റൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോട്ട്. എന്നിട്ട് നാട്ടിൽ അവരുടെ ഏജന്റ് ബാങ്കിൽ നിന്നും ക്രെഡിറ്റ് വഴി ഫണ്ട് എടുത്തിട്ട് നാട്ടിൽ റെമിറ്റൻസ് നടത്തും. ഇവിടെ അതിനു പകരം നമ്മൾ റെമിറ്റൻസ് നടത്തും. അപ്പൊ ഈ പൈസ അയക്കുന്ന എല്ലാവരും ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആവോ? അല്ല, നമ്മളോട് അഗ്രി ചെയ്ത ഈ 8 എക്സ്ചേഞ്ചസ് ആയിരിക്കും ഇതിലെ ഷെയർ ഹോൾഡേഴ്സ്. ഇനി ഇവരാർക്കെങ്കിലും എബി മാത്യുവിനോടുള്ള വിരോധം കാരണം നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ? അതിന് ഈ കമ്പനി തുടങ്ങുന്നത് എബി മാത്യുവിന്റെ പേരിലല്ലല്ലോ, പിന്നെ വിശ്വാസമുള്ള മറ്റൊരാളുടെ പേര്. അതാര്? Okay, Arjun. I will list out my new company shares this week. You may proceed. I'll be with you.
ഗുഡ് ലക്ക്. ഓ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ? ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ ഓൺലി അണ്ടിൽ യു ആർ ബീങ് കോട്ട്. പിടിക്കപ്പെടും വരെ മാത്രം. How the police department can hide this information from us? എനിക്ക് ഊഹിക്കാൻ പറ്റും. ഇതാരുടെ കളിയാണ്? പൈസ ഈ കുടുംബങ്ങളിൽ വന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഡേഞ്ചർ ലെവൽ. You will get paid for your silence. ഇനി എന്തായാലും ഈ മീറ്റിംഗ് നീട്ടിക്കൊണ്ട് പോകണ്ട. നിന്റെ പ്ലാൻ എന്താണെന്ന് നീ പറഞ്ഞല്ലോ. നമുക്ക് ആ വഴിയെ അടച്ചേക്കാം. പിന്നെ നിന്റെ ആവശ്യങ്ങൾ അതൊന്നും ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. എടോ, മണി ലോണ്ടറിങ് കേസ് ചാർജ് ചെയ്ത് നിന്നെയും നിന്റെ എന്താ പേര് രണ്ടിനെയും അറസ്റ്റ് ചെയ്ത് അകത്തിടാനായിട്ട് DIGയേക്കാൾ ഉയർന്ന കൊമ്പത്തുള്ള ഓഫീസർമാർ ഞങ്ങൾ കൊണ്ടുവരും. മനസ്സിലായോ? That's it. നിന്റെ പ്ലാൻ ഇവിടം കൊണ്ട് തീർന്നു. ശിവാജി സ്റ്റൈലിൽ ഇവിടുത്തെ പണത്തിന് പകരം നാട്ടിലേക്ക് പണം എത്തിച്ചാൽ ആ പൈസ കൊണ്ട് അവരെന്തു ചെയ്യും? ലോക്കറിൽ ഇട്ട് പൂട്ടുമോ? ഇറ്റ് വിൽ കം ടു ദ മാർക്കറ്റ് ഉള്ളി. പിന്നെ നിന്നെയും നിന്റെ മറ്റേ എബി മാത്യുവിനെയും മണി ലോണ്ടറിങ്ങിനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് ഇമ്മീഡിയറ്റ്ലി ഇഷ്യൂ ചെയ്യും. പിന്നെ ഇത്ര ഡിപ്ലോമാറ്റിക് ഇഷ്യൂ ഹൈഡ് ചെയ്ത നിന്റെ മറ്റേ DIG ആൻഡ് പോലീസ് ഫോഴ്സ് സസ്പെൻഷൻ ആൻഡ് ഡിസ്മിസൽ. ബട്ട് മാം, എബിക്കെതിരെ ഇന്ന് തന്നെ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്യും. അവൻ എവിടെ ഉണ്ടേലും ഇനി കേരളത്തിൽ കാലുകുത്തില്ല. ആൻഡ് യു ടു വിൽ ബി അറസ്റ്റഡ് as soon as you land any airport in India. wait a minute. What if my passport is missing? നമ്മുടെ പാസ്പോർട്ട് ഈ രാജ്യത്ത് നിന്ന് മിസ്സായ ടെമ്പററി പാസ്പോർട്ടിന് വേണ്ടി ഇവിടുത്തെ പോലീസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു എൻക്വയറി വന്നാൽ സാറന്മാർക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്ത് പാസ്പോർട്ട്? യവൻ എന്ത് പിച്ചും പോയി പറയുന്നത്? വിളിക്കേ, ഹോട്ടലിലെ പ്രശാന്തനെ വിളിക്ക്. നമ്മുടെ പാസ്പോർട്ട് ഓടാൻ ചെക്ക് ചെയ്യ്. യെസ് സർ. ഹലോ പ്രശാന്ത്. പാസ്പോർട്ട് തന്നെയാണ് ഞാനും നോക്കുന്നത് മാഡം. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇനി ആരെങ്കിലും അടിച്ചു മാറ്റിയോ? ഇതില്ലെങ്കിൽ എന്താ സാർ, എംബസി വഴി നമുക്ക് പുതിയ ഒരെണ്ണം റെഡിയാക്കാം. ആരും അറിയാത്തിടത്തോളം കാലം എല്ലാം രഹസ്യമായിരിക്കും. പക്ഷേ പോലീസ് വെരിഫിക്കേഷന് വേണ്ടി ഒരു എൻക്വയറി വന്നാൽ ഒരു 35 കൊല്ലം മുമ്പുള്ള കേസ് അങ്ങ് പൊക്കും. 4 വർഷങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂർ ബാങ്കിനെയും നൂറുകണക്കിന് പ്രവാസികളെയും കബളിപ്പിച്ച് ഏകദേശം 20 കോടി രൂപയുമായി നാടുവിട്ട പ്രതികൾ മലയാളികൾ ആണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പ്രതികൾക്കായുള്ള തിരിച്ചറിവിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റിന്റെ സഹായം തേടി സിംഗപ്പൂർ മന്ത്രാലയം. കല്യാണത്തിന് മുമ്പ് ചന്ദ്രേട്ടൻ സിംഗപ്പൂർ ആയിരുന്നു 10 വർഷത്തോളം. എന്താ ചോദിക്കാൻ? അല്ല, പഴയ ഫോട്ടോസൊക്കെ കണ്ടു. അപ്പൊ വെറുതെ എംബസിയിൽ പോയി ഇവിടുത്തെ ഇൻഫ്ലുവൻസ് വെച്ച് ഒരു പാസ്പോർട്ട് റെഡിയാക്കാൻ നോക്കിയാൽ അവിടെ തുടങ്ങുകയുള്ളൂ 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം. ഇൻഫ്ലുവൻസ് വെച്ച് തേച്ചുമാച്ചു കളയാൻ ഇത് നമ്മുടെ നാട്ടിലെ പോലീസല്ല സാർ. സത്യവും ധർമ്മവും മുൻനിർത്തി ജോലി ചെയ്യുന്ന ദ ഗൾഫ് പോലീസ്. ആരാ നീ? നിനക്ക് എന്താണ് വേണ്ടത്? ഇന്ന് കൃത്യം 5 മണിക്ക് ഈ പ്രവാസി മണ്ണിൽ വെച്ച് നിങ്ങളുടെ പത്രസമ്മേളനം. പ്രവാസിയായ ചന്ദ്രേട്ടൻ്റെ മരണത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടുകൊണ്ടും ഷോപ്പിംഗ് കോംപ്ലക്സ് ഓപ്പൺ ചെയ്യാൻ അനുമതി കൊടുത്തുകൊണ്ടും പിന്നെ കാലാകാലങ്ങളായി നിങ്ങളുടെ മന്ത്രിസഭ അനുവദിക്കാത്ത പ്രവാസി പെൻഷൻ അനുവദിച്ചുകൊണ്ടും. പിന്നെ എബി മാത്യു, അയാൾക്ക് പറക്കണം സ്വസ്ഥമായി. എന്താ സാർ, നടത്തല്ലേ?
ഇത്രയും വലിയൊരു പ്ലാനിങ്, ഹൈ ലെവൽ ഇൻഫ്ലുവൻസ്, ഹൗ ഓൾ ദിസ് പോസിബിൾ? ഇറ്റ്സ് ഓൾ പോസിബിൾ മാം, ആൻഡ് യു ക്യാൻ ട്രാവൽ ബാക്ക് നൗ. മാഡത്തിൻ്റെ ഫ്ലൈറ്റിന് ഇനി കൃത്യം 3 മണിക്കൂർ മാത്രം. വാട്ട്? യെസ്, ഈ പ്രസ് മീറ്റ് മിനിസ്റ്റേഴ്സ് മാത്രമാണ് അറ്റൻഡ് ചെയ്യുന്നത്. ബട്ട് ഹൗ ക്യാൻ ഐ? ഡോണ്ട് വറി മാം, ഐ വിൽ ഗെറ്റ് യു എ ട്രാവൽ പാർട്ട്ണർ. അപ്പോൾ സാർ, കൃത്യം 5 മണിക്ക് പ്രസ് മീറ്റിൽ വെച്ച് കാണാം. ആ പിന്നെ മാഡം, ഫ്ലൈറ്റിന് സമയമായി, നാട്ടിലേക്ക് പോകണ്ടേ? അതാവുമ്പോൾ പിന്നെ നാട്ടിൽ ഈ കാല് കുത്താൻ എനിക്ക് വലിയ പ്രശ്നമില്ലല്ലോ. ആ പിന്നെ ഞാൻ ആരാണെന്ന ചോദ്യം തൽക്കാലം എന്നെ പരിചയപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് യു ക്യാൻ കൺസിഡർ മീ ആസ് എ കോമൺ മാൻ. സർ, ഇത്ര ധൃതി പിടിച്ചൊരു പ്രസ് കോൺഫറൻസ്, അതും ഈ ഒരു അൺഒഫീഷ്യൽ വിസിറ്റിൽ? ഏത് പത്രത്തിനാണ് പറഞ്ഞത്? മലയാളം നാട്. മലയാളം നാട്. ഇത് അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ? ആ മാഡം, പെട്ടെന്ന് ലൈവ് സ്റ്റാർട്ടായി, വണ്ടിയിലിരുന്ന് കാണാം. സുഹൃത്തെ, നമുക്ക് പ്രവാസികൾക്ക് ക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒരെലക്ഷൻ്റെയും കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ കൊച്ചു കേരളം സാമ്പത്തിക സ്ഥിരത കൈവരിച്ചിരിക്കുന്നത് ക്യൂബ മുകുന്ദന്മാരുടെയും പള്ളിക്കൽ നാരായണന്മാരുടെയും പിന്നെ എന്തിലധികം പറയണം, നിങ്ങൾ ഓരോരുത്തരുടെയും ഓരോ പ്രവാസിയുടെയും സംഭാവന കൊണ്ടാണ് കൊച്ചു കേരളം സാമ്പത്തിക സ്ഥിരത കൈവരിച്ചിരിക്കുന്നത്. പ്രവാസികളില്ലാതെ കേരളമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവാസിയായ ചന്ദ്രേട്ടൻ്റെ മരണത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടുകൊണ്ടും പിന്നെ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് തുറക്കാൻ അനുമതി കൊടുത്തുകൊണ്ടും കാലാകാലങ്ങളായി മന്ത്രിസഭ അനുവദിക്കാത്ത പ്രവാസി പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ക്യാബിനറ്റ് അപ്രൂവൽ വരും, അല്ലേ? വരും വരും വരും. അപ്പോ നമുക്ക് ഇതോടെ പത്രസമ്മേളനം അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. പിന്നെ 2 ദിവസത്തിനകം അപ്രൂവൽ കാണാം. നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് തുറക്കാൻ അനുമതി കൊടുത്തുകൊണ്ടും കാലാകാലങ്ങളായി മന്ത്രിസഭ അനുവദിക്കാത്ത പ്രവാസി പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ക്യാബിനറ്റ് അപ്രൂവൽ വരും, അല്ലേ? അപ്പോ നമുക്ക് ഇതോടെ പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നു. പിന്നെ 2 ദിവസത്തിനകം അപ്രൂവൽ കാണാം.
അല്ല ബായി, അപ്പൊ ഈ മന്ത്രിമാര് നാട്ടിലൊക്കെ കാല് മാറുവോ? ഇല്ല. വിദേശത്തു നിന്നും തിരിച്ചെത്തുന്ന കേരളത്തിലെ പ്രവാസികൾക്ക് ക്ഷേമ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ക്യാബിനറ്റ് അപ്രൂവൽ ഇന്ന് കാലത്ത് പുറത്തുവിട്ടു. സുതാര്യപരമായും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അതേ പെൻഷൻ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുമായിരിക്കും ക്ഷേമ പെൻഷൻ അനുവദിക്കുക എന്നും ഇന്ന് പുറത്തുവിട്ട ക്യാബിനറ്റ് അപ്രൂവലിൽ. ചീഫ് മിനിസ്റ്ററുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി മറ്റു മിനിസ്റ്റേഴ്സ് ഒപ്പുവച്ച തീരുമാനം ഗവർണർക്ക് കൈമാറി. പ്രവാസിയായ ചന്ദ്രൻ പുരമനയിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ടും ഷോപ്പിംഗ് കോംപ്ലക്സ് ഓപ്പൺ ചെയ്യാനുള്ള അനുമതി നൽകിക്കൊണ്ടുമുള്ള സർക്കാർ തീരുമാനം ഇതോടൊപ്പം മന്ത്രിസഭ അംഗീകരിച്ചു. 2 ദിവസങ്ങൾക്ക് മുൻപ് ഹോം മിനിസ്റ്റർ വിശ്വനാഥൻ, ഫിനാൻസ് മിനിസ്റ്റർ വർഗീസ് എന്നിവർ ഗൾഫിൽ നടത്തിയ പത്രസമ്മേളനത്തിന്റെ തുടർച്ചയാണിതെന്നും കേരളം എന്നും പ്രവാസികൾക്കൊപ്പമാണെന്നും ഇൻഡസ്ട്രി മിനിസ്റ്റർ ശശിധരൻ അറിയിച്ചു. ബിസിനസ് ടൈക്കൂൺ എബി മാത്യുവിന്റെ ബിസിനസ് സംരംഭങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ദ്രുതഗതിയിൽ നടത്താനായി എല്ലാവിധ സഹായങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നും ഗൾഫിലേക്ക് തന്റെ സംരംഭങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നും റവന്യൂ മിനിസ്റ്റർ ഉറപ്പു നൽകി. എത്ര നാളായി നമ്മളിതിനു വേണ്ടി കഥ തന്നെ. ഇന്നൊന്ന് സ്വസ്ഥമായി ഇറങ്ങണം. അങ്ങനെ എല്ലാം തീർന്നു. തീർന്നെന്നോ? തീർന്നെന്ന് ആരാ പറഞ്ഞേ? എല്ലാം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനിയും തുടങ്ങാൻ? വിദേശത്തു നിന്നും തിരിച്ചെത്തുന്ന കേരളത്തിലെ പ്രവാസികൾക്ക് ക്ഷേമ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ക്യാബിനറ്റ് അപ്രൂവൽ ഇന്ന് കാലത്ത് പുറത്തുവിട്ടു. അപ്രൂവലും വന്നു കഴിഞ്ഞു. സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുത്താൽ മതി. ഒരു പരസ്പരം നോക്കിയിരിക്കാതെ നാളെ മുഖ്യനിങ്ങെത്തും. കാണിച്ചു തരാൻ ഞാൻ എല്ലാത്തിനെയും. എടുത്ത് ആനന്ദ് അടങ്ങടോ. ചിരിക്കണ്ട, തനിക്കുള്ള പണി അത് ഞാൻ മറന്നിട്ടില്ല. തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് മുട്ടാത്ത വരുന്നത്? ഞാൻ മുട്ടുന്നതും മുട്ടാത്തതും നോക്കിയിരിക്കാതെ സാറാ TV ചാനൽ വെച്ചൊന്ന് നോക്ക്. എന്നാ കോപ്പിനാ? മറ്റുള്ളവർ പണി ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന് CCTV നോക്കിയിരിക്കാതെ നിങ്ങൾക്ക് വന്ന പണി എന്താണെന്ന് അറിയാൻ ആ TV ചാനലൊന്ന് നോക്ക്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 1991, അതായത് ഏകദേശം 34 വർഷങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂർ ബാങ്കിനെയും 100 കണക്കിന് മലയാളികളെയും പറ്റിച്ചു കടന്നു കളഞ്ഞ 2 വ്യക്തികളാണ് ഇപ്പോഴത്തെ മിനിസ്റ്റേഴ്സ് എന്ന് കൊള്ളക്കം സൃഷ്ടിക്കുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്നും നമ്മുടെ പ്രതിനിധി അനൂപ് ഇപ്പോൾ ലൈവിൽ ചേരുന്നതാണ്. സ്നേഹ പറഞ്ഞതുപോലെ വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അർജുൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്, അതും വ്യക്തമായ തെളിവുകളോടെ. കൂടുതൽ വാർത്തകൾ കിട്ടിയതിനു ശേഷം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നന്ദി. ഒരുപക്ഷെ മന്ത്രിസഭ തന്നെ താഴെ വീഴാൻ സാധ്യതയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മന്ത്രിമാരുടെ പൂർവ്വചരിത്രം ചെയ്യേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. ഇന്നത്തെ ന്യൂസ് ഡെസ്കിൽ തീർച്ചയായും ഇത്തരൊരു വിഷയം അവതരിപ്പിക്കുന്നതായിരിക്കും. ഇത്തരമൊരു വാർത്ത പുറത്തു വന്ന് അല്പസമയം കൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് പരിസരം പാർട്ടി പ്രവർത്തകരാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെ വാഹനങ്ങൾ സെക്രട്ടേറിയറ്റ് പരിസരത്ത് കാണപ്പെട്ടതാണ് കൂടുതൽ ജനക്കൂട്ടം ഉണ്ടാവാൻ കാരണമായത്. ഇന്ന് കാലത്ത് പ്രവാസി ക്ഷേമ പദ്ധതികൾ അംഗീകരിച്ചുകൊണ്ടുള്ള ക്യാബിനറ്റ് അപ്രൂവൽ വന്നു അല്പസമയത്തിനകം തന്നെയാണ് ഇത്തരം ഒരു വാർത്ത വന്നത് എന്നതും ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഹലോ കഴിവാറടാ മോനെ, നീ നിന്റെ മറ്റേ തന്തയിലെത്താനോ കാണിച്ചല്ലോ. നീ കുത്തിയതേ പാമ്പിനെയാ. തിരിച്ചു കുത്തി നിന്റെ ചാവ് കൊണ്ട് അടങ്ങൂ കേട്ടോടാ. എന്നോടുള്ള കണക്കുകൾ തീർക്കാനായി നാട്ടുകാരുടെ നികുതി പണം കൊണ്ടെടുത്ത ടിക്കറ്റുമായി ഇങ്ങോട്ട് വരണ്ട സാറേ. ഞാൻ വരാം നാട്ടിലേക്ക്. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് മൈ പ്ലേ ആൻഡ് ഐ വിൽ ഫിനിഷ് ഇറ്റ് ഓഫ്. പണവും പദവിയും പോലും കുഴപ്പമില്ല.
ഇനാന്ന് വെച്ചേക്കരുത്. എലിയെ പിടിക്കാനാണെന്ന് പറഞ്ഞ് പണ്ട് പുലിമടയിലേക്ക് കയറിപ്പോയത് ഓർമ്മയില്ലേ സാർ? നിങ്ങളെ അങ്ങോട്ട് വിളിച്ചു വരുത്തി അവിടെ ഇട്ട് ലോക്ക് ചെയ്യണമെങ്കിൽ അവൻ ചില്ലറക്കാരനൊന്നും അല്ല സാർ. സാർ നേരത്തെ പറഞ്ഞില്ലേ തന്തയില്ലാത്തവനെന്ന്? അല്ല സാർ, തന്തയില്ലാത്തവനല്ല. അവന്റെ അച്ഛനൊരു ചരിത്രമുണ്ട്. പണ്ട് ചാരക്കേസിൽപ്പെട്ട് ഭരണം നഷ്ടമായ പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ മാറ്റിയെടുത്തു 3 വർഷം കൊണ്ട് വീണ്ടും അധികാരത്തിലെത്തിച്ചവൻ. ജയിച്ച ഇലക്ഷനിലെല്ലാം റെക്കോർഡ് ഭൂരിപക്ഷം നേടിയാൽ ഇന്നും ഇലക്ഷനിൽ നിന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് എതിർ പാർട്ടികൾ വരെ അവകാശപ്പെടുന്നയാൾ തന്റെ ഐഡന്റിറ്റി സെക്യൂരിറ്റിയുടെ പട്ടിനും പളപ്പിലും മകൻ വളരുതെന്ന് കരുതി അവന്റെ പാസ്പോർട്ടിൽ നിന്ന് പോലും സൺനെയിം മാറ്റിയ MR. ആൻഡ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ മേടയിൽ രാഘവൻ. മേടയിൽ രാഘവൻ. UPF പാർട്ടി സെക്രട്ടറി ശ്രീ മേടയിൽ രാഘവൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. സ്ഥാനമാനങ്ങൾക്ക് അതീതമായി ജനക്ഷേമമാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. MR. ഈ വിജയം എന്നേക്കും നിലനിൽക്കില്ല. ചാരക്കേസ് പോയാൽ അതിന്റെ അപ്പുറത്തെ കേസുണ്ടാക്കി നിന്റെയും നിന്റെ പാർട്ടിയുടെയും ഭരണം ഞങ്ങൾ അവസാനിപ്പിക്കും. സഖാവേ, ഒരു അധികാര യുദ്ധത്തിനാണെങ്കിൽ ഈ രാഘവൻ എന്നും തയ്യാറാണ്. പക്ഷേ ഈ പിന്നാലെ നിൽക്കുന്ന ഇന്നലെ കിളിർത്ത ഈ പിള്ളേരുടെ പണം കൊണ്ടും പിന്നെ എന്റെ പാർട്ടിയെ പുറകീന്ന് വെട്ടാൻ ശ്രമിച്ച കീടങ്ങളെയും കൊണ്ട് നീ ഉണ്ടാക്കിയെടുത്ത ഈ ചാരക്കേസുണ്ടല്ലോ, അതെന്നെ തളർത്തി ഒരു നിമിഷത്തേക്കെങ്കിലും ഈ രാഘവൻ കുറ്റവാളിയാണെന്ന് ഇന്നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചു. ആ വിശ്വാസത്തെ തകർത്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ ജയം. കുറ്റം ചെയ്തിട്ടില്ല എങ്കിലും കുറ്റാരോപിതനായി ഈ കഴിഞ്ഞ 3 വർഷം പാർട്ടിയിൽ നിന്നത് ഞാൻ വിശ്വസിക്കുന്ന എന്റെ പാർട്ടിയെ തിരിച്ച് ഭരണമേൽപ്പിക്കാൻ തന്നെയാണ്, അതല്ലാതെ ഒറ്റും മടങ്ങാനല്ല. കോപ്പേ, അധികാരവും പദവിയുമില്ലാത്ത MR മേടയിൽ രാഘവൻ ഒന്ന് തെരുവിലേക്ക് ഇറങ്ങി നോക്ക്, നിന്റെ കിളി ഞങ്ങൾ പുറത്തും. ഇപ്പോ കിളി മാത്രല്ല, നിന്റെ കിളിക്കൂടും പറന്നുപോയി കാണും. ഓർത്തോ, ഇനി ഒരിക്കൽ കൂടി ഇമാതിരി തന്തയില്ലായ്മ കാണിച്ചു കഴിഞ്ഞാൽ രാഘവൻ വരും. അന്നൊരു പക്ഷേ ഒരു തേരാളിയുടെ സ്ഥാനത്തായിരിക്കും ഞാൻ. പക്ഷേ യുദ്ധം ജയിപ്പിക്കാൻ ഒരു അർജുനൻ എൻ്റെ കൂടെ ഉണ്ടാവും. പറയുന്നത് രാഘവനാണ്, മേടയിൽ രാഘവൻ. നിലം വിറച്ചാലും കരം വിറയ്ക്കാത്തവൻ, മേടയിൽ രാഘവൻ. എത്രയൊക്കെ ഒളിപ്പിച്ചാലും അച്ഛനല്ലേ സാർ? അദ്ദേഹത്തിന്റെ കാവൽ എന്നും അവന് ചുറ്റുമുണ്ടായിരുന്നു. അർജുൻ 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 ആ MRനോടുള്ള നന്ദിയും കടപ്പാടും എനിക്ക് എന്നും ഉണ്ടാവും. അദ്ദേഹം ഒരു കാര്യം ആവശ്യപ്പെട്ട അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോഴേ മുന്നിൽ നിന്ന് ആണൊരുത്ത ഇങ്ങനെ കളിച്ചപ്പോ പിന്നിൽ ഇമാതിരി ആയിട്ടുള്ള കാര്യം വിട്ടുപോയി അല്ലേ? കളിക്കുമ്പോ ആളും തരവും നോക്കി കളിക്കണമെന്നാ പറയാറ്. ഇപ്പൊ കളി ഏതാ തരമേതാ എന്നൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇവിടെ വച്ച് കളി നിർത്തുന്നതല്ലേ നല്ലത്. ഇനി കളിച്ചേ തീരൂ എന്നാണെങ്കിൽ ഒരു വരവ് കൂടി വരേണ്ടി വരും.
ആഭ്യന്തരമന്ത്രി വിശ്വനാഥൻ, മുൻ ധനകാര്യമന്ത്രി വർഗീസ് എന്നിവരുടെ ജാമ്യാപേക്ഷ കേരള ഹൈക്കോടതി തള്ളി. എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തീകരിക്കാൻ കേരള ഹൈക്കോടതി നിർദ്ദേശം നൽകി. ജാമ്യാപേക്ഷ കേരള ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മുൻ മന്ത്രിമാരുടെ വക്കീൽ മാധ്യമങ്ങളെ അറിയിച്ചു. കേരള രാഷ്ട്രീയത്തിൽ നടന്ന സംഭവങ്ങളെ വളരെ ഗൗരവത്തോടെ തന്നെ കാണുന്നു എന്നും മുഖ്യമന്ത്രിയോടും മറ്റു കേന്ദ്രമന്ത്രിമാരോടും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും കേന്ദ്ര മന്ത്രാലയം അറിയിച്ചു. 32 വർഷങ്ങൾക്കു ശേഷം തന്റെ രാഷ്ട്രീയ വനവാസം അവസാനിപ്പിച്ചുകൊണ്ട് ശ്രീ മേടയിൽ രാഘവൻ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള തന്റെ വരവ് അറിയിച്ചു. കേരള നിയമസഭാ ഇലക്ഷന് വെറും 6 മാസം ബാക്കി നിൽക്കെയാണ് ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ ശ്രീ മേടയിൽ രാഘവൻ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്.